പ്രൊഫഷണൽ ഫ്രാഞ്ചൈസി ഫുട്ബോൾ ലീഗിന്റെ ആവേശത്തിലേക്ക് നടന്നെടുത്ത കേരളം 6 നഗരങ്ങൾ കേന്ദ്രീകരിച്ച 6 പ്രൊഫഷണൽ ക്ലബ്ബുകളാണ് സൂപ്പർ ലീഗ് കേരളയുടെ കീഴിൽ ബൂട്ട് കെട്ടുന്നത്. ഐഎസ്എൽ മാതൃകയിലായിരിക്കും സൂപ്പർ ലീഗ് കേരള സംഘടിപ്പിക്കുക. പ്രൊഫഷണൽ ഫ്രാഞ്ചൈസി ഫുട്ബോൾ ലീഗിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം കൊച്ചിയിൽ കായിക മന്ത്രി വി അബ്ദുറഹ്മാന്റെ സാന്നിധ്യത്തിൽ നടന്നു. കേരള ഫുട്ബോളിൽ കൂടുതൽ പ്രൊഫഷണൽ ക്ലബ്ബുകളെയും കൂടുതൽ പ്രൊഫഷണൽ ഫുട്ബോൾ താരങ്ങളെയും വാർത്തെടുക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെയാണ് കേരള ഫുട്ബോൾ അസോസിയേഷൻ ഫ്രാഞ്ചൈസി ഉടമകളുമായി സഹകരിച്ച് പ്രൊഫഷണൽ ലീഗ് സംഘടിപ്പിക്കുന്നത്. തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം ജില്ലകൾ കേന്ദ്രീകരിച്ച് രൂപീകരിച്ച 6 ക്ലബ്ബുകളാണ് ആദ്യ സീസണിൽ മാറ്റുരയ്ക്കുക. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോൾ ലഹരിയാണെന്നും ഫുട്ബോളിനെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ നടപടികളും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉറപ്പു നൽകുന്നതായും കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. കേരളത്തിലെ കായിക മേഖലയെ ഏറ്റവും നല്ല രീതിയിൽ മാറ്റിയെടുക്കാനുള്ള വലിയ ശ്രമമാണ് കേരളത്തിലെ ഗവൺമെൻറ് നടത്തുന്നത്. ഇതിന് വിവിധങ്ങളായുള്ള പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചു വരികയാണ്. കായിക വികസനത്തിനും കായിക മേഖലയെ കായിക സമ്പദ് മേഖലയാക്കി മാറ്റുന്നതിനുള്ള പുതിയ പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം ഇൻ്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റ് നമ്മൾ നടത്തിയത്. ഫുട്ബോൾ എന്നത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ലഹരിയാണ്. ഫുട്ബോളിനെ ആരാധിക്കുന്ന ആളുകളാണ് കേരളത്തിൽ മുഴുവനായുള്ളത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ അതിനാവശ്യമായുള്ള പ്രോത്സാഹനം ഗവൺമെൻറ് നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. 45 ദിവസം നീണ്ടു നിൽക്കുന്ന സൂപ്പർ ലീഗിൽ മലപ്പുറം ഫുട്ബോൾ ക്ലബ്, കാലിക്കറ്റ് സുൽത്താൻസ് FC, തിരുവനന്തപുരം കൊമ്പൻസ് FC, തൃശൂർ റോർ FC, കണ്ണൂർ സ്ക്വാഡ് FC, കൊച്ചി പൈപ്പേഴ്സ് FC എന്നീ ടീമുകൾ മാറ്റുരയ്ക്കും. 4 വിദേശ താരങ്ങളെയും നിശ്ചിത എണ്ണം മലയാളി താരങ്ങളെയും ഉറപ്പാക്കുന്ന തരത്തിലാകും ഓരോ ടീമിന്റെയും ഘടന. സൂപ്പർ ലീഗ് വരുന്നതോടെ മികച്ച പരിശീലനവും എതിരാളികളെയും ലഭിക്കുമെന്നതിനാൽ കായിക താരങ്ങളുടെ പ്രകടനം മെച്ചപ്പെടുമെന്നതിൽ തർക്കമില്ല. ചടങ്ങിൽ AIFF പ്രസിഡന്റ് കല്യാൺ ചോംബെ, KFA പ്രസിഡന്റ് നവാസ് മീരാൻ, ചാരു ശർമ്മ, IM വിജയൻ, ബൈജുങ് ബൂട്ടിയ തുടങ്ങിയവർ പങ്കെടുത്തു. സെപ്റ്റംബർ ആദ്യവാരത്തോടെ പ്രഥമ ലീഗ് മത്സരങ്ങൾക്ക് തുടക്കമാകും. ഇന്ത്യയിലെ തന്നെ ഒരു സംസ്ഥാനത്ത് സംഘടിപ്പിക്കുന്ന ആദ്യ ഫുട്ബോൾ സൂപ്പർ ലീഗാണിത്. കൈരളി ന്യൂസ്, കൊച്ചി.